അപ്പം ഞാനും പൊന്നും കാവ്യയും വിഷ്ണുവേട്ടനും ആനന്ദും ജയാമ്മയും കണ്ണമ്മോനും ഞങ്ങളെല്ലാവരും കൂടെ അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നേക്കാണ് കേട്ടോ. കളഭം നടക്കുകയാണ്, നാളെ കളഭം തീരും. അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവേട്ടൻ തൊഴുതിറങ്ങി വന്നു. അതിന് ശേഷം ഞാൻ വിഷ്ണുവിന് ചന്ദനം തൊട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ അമ്പുടു അവിടെ താഴേക്ക് ഇറങ്ങി ഓടി നടക്കുമായിരുന്നു കേട്ടോ. അവന് പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവനിങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ആനന്ദും അവനെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു പൂവുണ്ടായിരുന്നു. അപ്പോൾ രാവിലേട്ടൻ പൂ പിച്ചെന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ രാവിലേട്ടൻ്റെ അടുത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് രാവിലേട്ടൻ വിഷ്ണുവിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ രാവിലേട്ടൻ പൂ പിച്ചെന്നുണ്ട്. പിന്നെ ഞങ്ങൾ 4 പേരും 5 പേരും കൂടെ നിന്ന് ഓരോ വർത്താനൊക്കെ പറഞ്ഞ് നിന്നു. അപ്പോൾ അതവിടെ പൂവിടാൻ കേട്ടോ. ഓരോ ദിവസം ഓരോരുത്തരാണ് കളഭം നടത്തുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉമ്മർത്ത് വന്ന് അവിടെ വെള്ളമൊക്കെ കുടിച്ചു. അതിന് കഴിഞ്ഞ് തമ്പുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തമ്പുരമൊക്കെ ആയിട്ട് കളിച്ച് നടന്നു. പിന്നെ എനിക്ക് ഡയറ്റാണ്, എന്നാൽ പോലും ഞാൻ ചെറിയ സ്കൂപ്പിലൊരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു കേട്ടോ. കൊതി കൊണ്ട് വാങ്ങി കഴിച്ചതാണ്. അപ്പോൾ കാവ്യം പൊന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ അതുവഴി നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആന വരുന്നുണ്ട്, അത് കണ്ടപ്പോൾ അമ്പോട് ഭയങ്കര കളിയായിരുന്നു.